ഉണ്ടാക്കാൻ പോകുന്ന ഒരു 4 മണി പലഹാരമാണ്. നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഉള്ളിവട കേട്ടോ. തട്ടുകടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കും എപ്പോഴും ചായയുടെ കൂടെ കഴിക്കാനായിട്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല മൊരിഞ്ഞ കണ്ടോ, ഇത് കണ്ടാൽ തന്നെ അറിയാം എന്ത് ഭംഗിയാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഒരു 5-6 നമ്മളങ്ങ് കഴിക്കും ചായയുടെ കൂടെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 മീഡിയം സൈസിലുള്ള സവാളയാണ്. അത് നല്ല നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടിയത് മൈദയും കോൺഫ്ലവറും പിന്നെ കുറച്ച് അരിപ്പൊടിയും. പിന്നെ വേണ്ടത് മുളക് പൊടി, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായം, ഒരു നുള്ള് ബേക്കിംഗ് സോഡ. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഉള്ളി ഒന്ന് ഉപ്പിട്ട് നല്ലതായിട്ട് കൈ കൊണ്ട് ഞെരടി ഇത് അതിൻ്റെ വെള്ളം എല്ലാം ഊറി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഞെരടി എടുക്കുവാണ്. ആ ഉള്ളി മൊത്തം നന്നായിട്ട് അടിയിലോട്ടുള്ളതെല്ലാം നല്ലതായിട്ട് ഉപ്പ് അതിനകത്തെല്ലാം ആകുന്നവരെ നമുക്കിങ്ങനെ ആക്കിയെടുക്കാം. ഇനി ബാക്കി ചേരുവയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒരു 2 പീസ് ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്, 4-5 പച്ചമുളക്, കുറച്ച് കരിവേപ്പില ചെറുതായി അരിഞ്ഞത്, 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ അതിനകത്തുള്ള വെള്ളം എല്ലാം ഇങ്ങനെ ഇറങ്ങും. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ എടുത്തപ്പോൾ കണ്ടോ അതിൻ്റെ അകത്തെ വെള്ളം എല്ലാം ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റുകയാണ് കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് അതിനകത്ത് മൈദ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിന് ഒരു കൃത്യമായിട്ടുള്ള അളവൊന്നുമില്ല എത്ര മൈദ ഇടണമെന്ന്. ഞാൻ ഓരോ സ്പൂൺ ഇട്ടിട്ട് ഇളക്കി നമ്മൾ അതിൻ്റെ ഒരു പരുവം ആവുന്നിടം വരെ ഒന്ന് നോക്കണം. അപ്പോൾ ഞാൻ ഓരോ സ്പൂൺ ഇട്ടിട്ട് ഇളക്കി നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടു. ഇപ്പം 3-ാമത്തെ ടേബിൾ സ്പൂൺ ഇട്ടു. അത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒരു ബൈൻഡിങ് കിട്ടുന്നിടം വരെ നമുക്കൊന്ന് അത്രയും മാവ് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് ഉള്ളിയുടെ അളവായിരിക്കണം കൂടുതൽ, മാവിൻ്റെ അളവ് കുറവായിരിക്കണം. അപ്പോൾ നമ്മൾ മാവ് ഒത്തിരി ഇട്ട് അതിൽ നമ്മുടെ ആ ഉള്ളിവട നമ്മുടെ ആ ടെക്സ്ചർ അത്രയും നന്നായിട്ട് കിട്ടത്തില്ല. ഇങ്ങനെ ഓരോ സ്പൂണും നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മളിങ്ങനെ ഉരുട്ടി കയ്യിൽ കുറേശ്ശേ മാവ് ഇട്ടതിന് ശേഷം കയ്യിൽ വെച്ച് ഉരുട്ടി നോക്കണം അത് ആ ബൈൻഡിങ് കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശേ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കട്ടയിടാതെ നമ്മുടെ മാവ് കുഴച്ചെടുക്കാൻ പറ്റും. അതും ഒരു പ്ലസ് പോയിൻ്റ് ആണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നതിൻ്റെ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിനകത്തോട്ട് ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഒരു 5 മീഡിയം സൈസ് സവാള എടുത്തതിനകത്ത് 7 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ആ അളവിനൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇച്ചിരി കൂടെ വ്യത്യാസം വരുമായിരിക്കും ഉള്ളിയുടെയൊക്കെ അളവനുസരിച്ച്. അപ്പോൾ അതിനായിട്ട് ഇച്ചിരി കൂടെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി മൈദ. പിന്നെ 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച്, ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ആ ഉള്ളിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളം മാത്രം മതി ഇത് കുഴച്ചെടുക്കാൻ.
ഒരു 5 മിനിറ്റ് നമുക്ക് ആ മാവ് അങ്ങനെ വെച്ചേക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കാൻ നേരത്തെ വെച്ചേക്കണം. അപ്പം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ മാവ് വട പോലെ ആക്കിയിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരു ബൗളിനകത്ത് സൈഡിൽ വെള്ളം വെച്ച് നമുക്ക് കൈ ഒന്ന് നനച്ചതിന് ശേഷം ഉരുട്ടിയെടുത്ത് ഇതുപോലെ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള എണ്ണ ആയിരിക്കണം. ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നടുക്കൊരു കിഴുത്ത പോലെ ഇട്ട് എണ്ണയിലിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഒരു വിധം മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ തീ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. എന്നിട്ട് ഇതുപോലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ അടുത്ത സൈഡിലോട്ട് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഒരു മൊരിഞ്ഞ പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്കിതുപോലെ വട ഉണ്ടാക്കി എടുക്കാം. ഈ വടയെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് അത് തണുത്തതിന് ശേഷം ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വട നമുക്ക് ഒന്നുകൂടെ ഒന്ന് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ക്രിസ്പിനെസ് അതുപോലെ തന്നെ നിലനിർത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് തണുത്ത് നമുക്ക് ആ ക്രിസ്പിനെസ് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്താൽ നമ്മുടെ ഉള്ളിവട നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇത് 1 മിനിറ്റിൽ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു നിറമൊക്കെ മാറി വരും, നല്ലതായിട്ട് ഒരു ക്രിസ്പിനെസ് വരും അതിനകത്ത്, നമുക്ക് കാണുമ്പോൾ അറിയാം. ഒത്തിരി നേരം ഇടേണ്ട, പിന്നെ നമ്മുടെ വടയുടെ കളറൊക്കെ അങ്ങ് മാറി ഒത്തിരി കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പം അങ്ങനെ ആകുന്നതിന് മുന്നേ കോരിയെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. തട്ടുകടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ വട വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ തണ്ട് നല്ല മൊരിഞ്ഞ് ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചായയുടെ കൂടെ ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. ഇനിയൊരു വിഭവമായിട്ട് വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു.